സ്വിച്ചിട്ട കറണ്ട് വരും, ഇടിവെട്ടിയ മിന്നൽ വരും, മനസ്സിൽ വേണമെന്ന് വിചാരിച്ചാലേ വേല് വരുവടാ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ വളകാപ്പാണ്. എൻ്റെ ചേച്ചീൻ്റെ വളകാപ്പാണ്. ഇപ്പോൾ രാവിലെ തന്നെ എണിച്ച് മൈലഞ്ചി ഉണങ്ങിയൊന്ന് ഞാൻ തിരുമ്പി നോക്കുകയാണ്. എന്തെങ്കിലും ഉണങ്ങിയിട്ടുണ്ടാവില്ല. പിന്നെയാണ് അമ്മ പറയുന്നത് വളകാപ്പിൻ്റെ ലായൊക്കെ വീണ് പോയിന്ന്. അതാണ് ഇത്. സമയം ഇപ്പോൾ 4 മണി എന്നൊന്നും പറയത്തില്ല, 7 മണിയായിട്ട് ഭയങ്കര തണുപ്പാണ് ഗായ്സ്. ഇതിന് നല്ല കറുപ്പുണ്ട്, ഇതിന് കളറില്ല. ബിക്കോസ് ഞാൻ ഇത് ആദ്യം ഇട്ടതായിരുന്നു. അപ്പോൾ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കളറാവും. ഇതുപോലെ ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഗായ്സ് എൻ്റെ ഫസ്റ്റ് ക്ലൈൻറ്റ് അല്ല, ഫസ്റ്റ് അല്ല, ഇടയ്ക്കിടയ്ക്കത്തെ ക്ലൈൻറ്റാണ്. അങ്ങനെ അവളുടെ മുടി സ്ട്രൈറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ മുടിയിലേക്ക് കിടക്കുകയാണ്. എൻ്റെ മുടി വലിയ കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിരുന്നു. ഇതാണ് സ്ട്രൈറ്റ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ മുടി. എനിക്ക് ഒരുപാട് സ്ട്രൈറ്റ് ആവുന്നത് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ കുറച്ച് കളിയായിട്ട്, എന്നാൽ ഒരുപാട് കളിയല്ലാതെ കിടക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. പിന്നെ കുഞ്ഞു കണ്ടപ്പോൾ കുഞ്ഞു പറഞ്ഞു കുഞ്ഞിന് സ്ട്രൈറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ സ്വിച്ച് ഇടാൻ്റെ ചുമ്മാ വെറുതെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് വിട്ടാണ്. ഇത് എനിക്ക് സ്ട്രൈറ്റ് ചെയ്യാൻ കിട്ടിയ അടുത്ത ആളാണ്. അത് ചുമ്മാ ഞങ്ങൾ ചെയ്യുന്ന കണ്ടപ്പോൾ വന്നതാണ്. പക്ഷേ എൻ്റെ തലയിൽ ഫുൾ കുറച്ച് എണ്ണ ഉണ്ടാവുകൊണ്ട് അധികം ഒന്നും ആയില്ല. എന്തായാലും ഞങ്ങൾ നോക്കുകയാണ്. പിന്നെ ഞാൻ മുടീൻ്റെ അറ്റം കുറച്ച് കോല് പോലെ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെട്ടി കളഞ്ഞത്. എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്തല്ലേ. നേരത്തെ തിരക്കിട്ട ജീവിതത്തിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇപ്പോൾ. പിന്നെ ഈ ഫ്രഞ്ച് നെയിൽസ് ചെയ്തതാണ്. ഈ കയ്യിൽ ചെയ്തിട്ടില്ല, ചെയ്യണം. ഇത്ര ദിവസം മഴയായിരുന്നു, പക്ഷെ ഇന്നത്തെ കാലാവസ്ഥ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. കാരണം ഇന്ന് മഴയില്ല, ഇന്ന് വെയിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ മുടി സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ തുടങ്ങിയതാണ്. പിന്നെ വേറെ ഒന്നും ഒരുങ്ങാനുള്ള സമയം കിട്ടിയിട്ടില്ല. എനിക്ക് നോർമലി ഉപ്മാവ് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ വിശന്നിട്ടാണോ എന്നറിയില്ല ഇട്ട് ഉപ്മാവിൻ്റെ പകുതി ഞാൻ കഴിച്ചായിരുന്നു. നമ്മൾ സൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവളോട് രക്ഷപ്പെടുന്നു. അങ്ങനെ പരിപാടിക്ക് ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ റെഡി ആയിട്ടില്ല. അതാണ് ഇവിടുത്തെ മെയിൻ വിഷയം. അതിന് മുന്നേ തന്നെ ഞങ്ങൾ വീട് പോയ ലായൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ചേച്ചിക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം ഞങ്ങൾ സെറ്റാക്കുകയാണ്. ഇതൊരു വുഡൻ സെറ്റിയാണ്. സെറ്റ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും അതൊരു സെറ്റിയാണ്. ഞങ്ങളപ്പോൾ ഇതിനകത്ത് ബ്ലാങ്കറ്റും പില്ലോ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊരു സെറ്റ് ഉണ്ടാക്കുകയാണ്. കുറച്ച് സീറ്റിൻ്റെ വീതി കുറഞ്ഞു പോയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഞങ്ങളുടെ ഡ്രസ്സൊക്കെ തേക്കാൻ കിട്ടിയ സമയം തന്നെ ഇപ്പോഴാണ്. അത്രയും പണിയുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ എല്ലാവരും റെഡി ആവാൻ തുടങ്ങിയേക്കാണ്. അപ്പം ഞാനങ്ങനെ ലാസ്റ്റ് റെഡിയായി കഴിഞ്ഞു. അതിപ്പെത്തും ഇതെൻ്റെ വ്ളോഗിൽ വരാതിരിക്കാൻ വേണ്ടി മാത്രം കണ്ണടച്ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇതെനിക്കുള്ള കോംപ്ലിമെൻ്റ് ആണ്. അവരെത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങളുടേതായ കുറച്ച് ചടങ്ങുണ്ടായിരുന്ന ടൈമിലാണ് ഞങ്ങൾ ചന്ദനം കലക്കാൻ തുടങ്ങിയത്. വിളിക്കാനായില്ലേ? വെരി വെരി ബിസി ഗൈസ്. ആളങ്ങനെ ഞങ്ങൾ തന്നെ എല്ലാത്തിനും എത്തണം. ഇത് കുഞ്ഞിക്കാലാണ് ഗൈസ്, കുഞ്ഞിക്കാല്. ഇച്ചിരി വീട്ട് നിന്നാണ് തല കിട്ടൂല. ഈ വെള്ളം തൊട്ടിട്ട് കാലിന്റെ പടത്തില് കണ്ണം തൊട്ടാ മതി. അമ്മമ്മ എന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല, പിന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ അതുപോലെ ചെയ്തു. വേണ്ട, മതി 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 മതി. നീ കേൾക്കൂടി. എന്താടി ചേട്ടാത്തെ? ഇല്ല ഞങ്ങളുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ നേരെ റൂമിലേക്ക് കൊണ്ടുവന്നു. കാരണം ഓർണമെന്റ്സ് മാറ്റിയിടാനാണ്. ഇവിടെ ഒറിജിനൽ സ്വർണ്ണം ഇട്ട് കൊണ്ടുവന്നു. ഞാനിപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് ഓർണമെന്റ്സ് എടുത്താണ് നമുക്കൊരു മേക്ക് ഓവർ കൊടുത്തു. എല്ലാവരും എൻ്റെ വ്ളോഗിലുണ്ടാവുന്നതാണ്. ആണോ? അങ്ങനെ ഇപ്പോഴാണ് ഈ ടേബിൾ ഒന്ന് കുറച്ച് ഫില്ലായത്. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞാൽ തുടങ്ങുന്നതാണ് വളകാപ്പ് പരിപാടി. അങ്ങനെ വളകാപ്പ് പരിപാടി തുടങ്ങി. എല്ലാവരും മധുരം കൊടുക്കലും മഞ്ഞൾ തേക്കലും ചന്ദനം തേക്കലും ഒക്കെ ആയിട്ട് ആ പരിപാടി അങ്ങനെ നടക്കുമായിരുന്നു. നമ്മൾ ഈ പരിപാടി എത്രത്തോളം സക്സസ് ആക്കണമെന്ന് വിചാരിച്ചു. അതിനപ്പുറം അടിപൊളിയായിട്ടാണ് ഈ പരിപാടി നടന്നത്. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോസ് എടുക്കലായി. അതായിരുന്നു എല്ലാവരുടെയും പരിപാടി. എല്ലാവരും ഫോട്ടോസ് എടുത്തെടുത്ത് അവർ ക്ഷീണിച്ചു. അങ്ങനെ ഞാനൊക്കെ ഒരു സൈഡായി. പിന്നെയാണ് ഞാൻ ചിന്തിച്ചത്, ഞങ്ങളെല്ലാവരും ചിന്തിച്ചത് ഈ പലഹാരങ്ങളൊക്കെ വെക്കുന്നതിന് പകരം കുറച്ച് ഫ്രൂട്ട്സ് വെക്കുന്നതായിരുന്നു നല്ലത്. കാരണം ഈ സമയത്ത് ഷുഗർ കൂടില്ല ഇങ്ങനെ കുറേ സ്വീറ്റ്സ് കഴിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു. പിന്നെ ഇടവേളകളാണ് ഗൗരമാക്കാൻ അജുട്ടോമിൻ്റെ വക ഒരു പാട്ടായിരുന്നു. സപ്പോർട്ടിങ് ആയിട്ട് സീനിയറിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മാറി മാറി പാട്ട് പാടാൻ ആസ്വദിക്കും. ഇതൊക്കെയായിരുന്നു കുറച്ച് നേരത്തെ പരിപാടി. ഞാൻ
ഡാൻസ് കളിക്കണം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഡാൻസ് അപ്പം പഠിച്ച് അപ്പം കളിക്കാൻ വേണ്ടി വിചാരിച്ചു. അത് കഴിഞ്ഞ് വേറൊരു ഡാൻസ് പഠിച്ചു, പക്ഷെ അത് നടന്നില്ല. ആദ്യത്തെ ഡാൻസിന്റെ കാര്യം തന്നെ കോമഡി ആയിരുന്നു. അങ്ങനെ വളകാപ്പ് വളരെ ഭംഗിയായി അവസാനിച്ചു. പക്ഷെ ഇത്രയും ദിവസം പീരിയഡ്സ് ആവാതെ കാത്ത് 2 മാസം 3 മാസം നിന്ന് ലാസ്റ്റ് ഈ ദിവസം തന്നെ എനിക്ക് പീരിയഡ്സ്. എനിക്ക് വയ്യായിരുന്നു. ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പീരിയഡ്സ് ആയിരുന്നു. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ എങ്ങും ഇല്ലാത്തൊരു വേദന പെട്ടെന്ന് പൊട്ടിമുളച്ചു. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയതും എൻ്റെ പൊന്നോ, പിന്നെ എനിക്ക് വയറുവേദന എടുക്കുക, കാലുവേദന എടുക്കുക. എന്നിട്ടും ഞാൻ ഡാൻസ് കളിക്കാനൊക്കെ അത്രയും കഷ്ടപ്പെട്ട് നിന്ന് അഡ്ജസ്റ്റ് ചെയ്തു ആ ദിവസം കൊള്ളാവാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് മാക്സിമം പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ നിർത്തി. പിന്നെ എൻ്റെ വ്ളോഗ് നിർത്തി. അന്നത്തെ വളകാപ്പ് ഫംഗ്ഷൻ പക്ഷേ ഭംഗിയായിട്ട് നടന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്നും ഡാൻസ് കളിച്ചത്, പക്ഷേ വീഡിയോ ഇട്ടപ്പോൾ തിരിഞ്ഞു പോയി. സാറില്ല, ഇനിയിപ്പോൾ മാറ്റിയിട്ട വോയിസ് ഓവർ മാറ്റേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ മാറ്റില്ലാത്ത. അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്, വളകാപ്പ് വ്ളോഗ്.